നമസ്കാരം. തെറ്റ് ചെയ്യാതൊരു മനുഷ്യരില്ല. പക്ഷേ തെറ്റിന്റെ പേരിൽ തന്റെ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് നല്ല മനുഷ്യരില്ലാതൊരു ഗ്രാമം തേടി പോവുകയാണ് ദേവയാനിയും നീലകണ്ഠനും എന്ന ചെറുപ്പക്കാരിയും. അവിടെ എത്തി മൃഗങ്ങളെയും മരങ്ങളെയും ശുശ്രൂഷിച്ച് കഴിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നാട് തേടി പോവുകയാണ് ദേവയാനിയും നീലകണ്ഠനും. അവരെ ഈ യാത്ര എത്തിച്ചത് സ്വർഗ എന്മഗിജെ എന്നൊരു സ്ഥലത്താണ്. എന്മഗിജെ എന്ന ബുക്കാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ ബുക്ക് അവിടുത്തെ 2000 മുമ്പുള്ള ചരിത്രത്തെ കുറിച്ച് പറയുകയാണ്. ഈ എന്മഗിജെ എന്നൊരു എന്മഗിജെ എന്ന ഒരു ഗ്രാമത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ്. എന്മഗിജെ കുന്നുകളുടെ നാടാണ്. ഒന്നും രണ്ടുമല്ല, 100,000 കുന്നുകളുടെ നാട്. എന്മഗിജെ ഭാഷകളുടെ നാടാണ്. ഒന്നും രണ്ടുമല്ല, കുറെ ഭാഷകളുടെ കൊങ്കിണി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം, ഇങ്ങനെ കുറെ ഭാഷകളാണ് അവിടെ സംസാരിക്കുന്നത്. ഇത് വെറും സങ്കല്പ ഗ്രാമമല്ല. നിങ്ങൾക്ക് അങ്ങോട്ട് ബസ് കയറാം. നിങ്ങൾ വഴിമധ്യേ നിങ്ങൾക്ക് കുറെ പച്ചപ്പ് പ്രത്യക്ഷപ്പെടും. റോഡുകളും തോടുകളും പ്രത്യക്ഷപ്പെടും. നിങ്ങളൊരു നാൽക്കവലിലെത്തും. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാം, എന്മഗിജയിലേക്ക് സ്വാഗതം. അദ്ദേഹം ഒരു വീട് കെട്ടുകയാണ്. ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ കൂടെ കുറെ രോഗികളും ഉണ്ടാകും. ആ വീട്ടിലേക്ക് ആർക്കും കയറാം, കുറെ രോഗികൾ. അങ്ങനെയാണ് അദ്ദേഹം ദേവയാനിയെ പരിചയപ്പെടുന്നത്. കുറെ കുട്ടികൾ ഭോഗിച്ച് അവശനിലയിൽ കുറ്റിക്കാട്ടിൽ കളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അവളെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് അങ്ങനെയാണ് അവർ രണ്ടാളും അടുപ്പമാകുന്നത്. ഈ തിന്മ ചെയ്യുന്ന നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നീലകണ്ഠൻ പറയുകയാണ്, ഈ തെറ്റ് ചെയ്യുന്ന നാട്ടിലേക്ക്, ഈ ലോകത്തിലേക്ക് നമ്മുടെ വക ഒരു സംഭാവന വേണ്ട. അങ്ങനെ അവർ ആലോചിച്ച് തീരുമാനിച്ച് ദേവയാനിയുടെ ഗർഭാശയം എടുത്ത് കളയുകയാണ്. അങ്ങനെയാണ് ഒരു നല്ലൊരു നാട് തേടി അവർ യാത്രയാകുന്നത്. അങ്ങനെ അവരെ എത്തിക്കുന്നത് ഈ സ്വർഗ എന്നൊരു ഗ്രാമത്തിലേക്കാണ്. അവർ മൃഗങ്ങളെ ശുശ്രൂഷിച്ചും അതുപോലെ തന്നെ മരങ്ങൾ നട്ടുവളർത്തിയും ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം അവർക്ക് ആ കാട്ടിൽ നിന്നുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ കിട്ടുന്നത്. ആ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. മേലിൽ മുഴുവനും വ്രണങ്ങൾ പൊട്ടി അതിൽ നിന്ന് ജലം ഒഴുകുകയാണ്. അവരവരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി വീട്ടിലെത്തുമ്പോൾ നീലകണ്ഠൻ ചൂടാവുകയാണ്. നമ്മളൊരു കരാർ വെച്ചിരുന്നു, ഒരു മനുഷ്യനോടും ഇനി സംസാരിക്കില്ല. അങ്ങനെ അദ്ദേഹം ചൊടിച്ച് അദ്ദേഹം കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. പക്ഷേ ദേവയാനിക്ക് ഈ കുട്ടിയെ വിടാൻ പറ്റുമായിരുന്നില്ല. അവനെ നന്നായി പരിപാലിക്കും. അങ്ങനെ ഈ നീലകണ്ഠനും അവനെ സ്നേഹിക്കാൻ തുടങ്ങി. വ്രണങ്ങളുമായി കഴിയുന്ന വെറും പരീക്ഷിത എന്നൊരു കുട്ടിയുടെ കഥ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ജനിച്ച് 24 വർഷമായെങ്കിലും 12 വർഷം പോലും തോന്നിപ്പിക്കാതെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ അൻവറിനെ പോലത്തെ കുട്ടികൾ, കണ്ണിൽ കൃഷ്ണമണി ഇല്ലാത്ത കുട്ടികൾ, 7 വയസ്സായെങ്കിലും ഒരു വളർച്ചയുമല്ലാതെ വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന അഭിജിത്തിനെ പോലെയുള്ള കുട്ടിയും. അവിടെ വ്യത്യസ്ത കഥകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ദേവയാനിയെയും നീലകണ്ഠനെയും എത്തിക്കുന്നത് ഇത് വെറും ജഡധാരിഭൂതത്തിന്റെ കഥയല്ല എന്നാണ്. അങ്ങനെ അവർ അവിടെ പോയി കുറെ നോക്കുകയാണ്. ഒരു മൃഗങ്ങൾ പോലും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. വെള്ളത്തിൽ പോയാൽ അവിടെ ആകെ ഉണ്ടായിരുന്നത് വെറും ഒരു ഞണ്ട് മാത്രമാണ്. ഒരു മത്സ്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ പാഞ്ചി എന്നൊരു വൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹമാണ് അവന് പറഞ്ഞു കൊടുത്തത്, ഇവിടെ മുമ്പ് കശുവണ്ടിക്ക് ഒരു ഹെലികോപ്റ്ററിൽ വന്ന് കീടനാശിനി ഉപയോഗിക്കുമായിരുന്നു. അതിന്റെ പേരാണ് എൻഡോസൾഫാൻ. അങ്ങനെയാണ് അവർക്ക് അത് മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം വെറും ജഡധാരിഭൂതത്തിന്റെ ശാപമല്ല, പിന്നെ ഇവിടുത്തെ പ്രശ്നം എൻഡോസൾഫാന്റെ പ്രശ്നമാണ്. അങ്ങനെ അവർ ഒരു മീറ്റിംഗ് ഒക്കെ കൂടി അവിടെ ആലോചിക്കുകയാണ്. ഇവിടെ മുമ്പ് തേൻ കൃഷികളൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ തേന് പോലും ഇവിടെ കിട്ടാറില്ല. അങ്ങനെ അവരെ ഈ ചിന്തയൊക്കെ എത്തിച്ചത് ഈ കശുവണ്ടിക്കടിക്കുന്ന എൻഡോസൾഫാൻ എന്ന വിഷത്തിലേക്കാണ്. ഒരു ദിവസം പാഞ്ചി വന്ന് ഇവരോട് പറയുകയാണ്, ഈ കുട്ടിക്ക് ചെറു വയസ്സൊന്നുമല്ല, നല്ല വയസ്സായിട്ടുണ്ട്. ഇവര് ഇന്നത്തെ ജഡധാരിഭൂതത്തിന്റെ ശാപം കൊണ്ട് ഇങ്ങനെ ആയതാണ്. പക്ഷെ അവർക്കപ്പോൾ മനസ്സിലായിരുന്നു ഇത് എൻഡോസൾഫാൻ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ അവർ മരിച്ച കുഞ്ഞിന്റെ ബോഡിയൊക്കെ എടുത്ത് രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിലൊക്കെ പോയി അവിടെ സമരമൊക്കെ അവർ നടത്തുകയാണ്. അവസാനം അവർ സമരം കൊണ്ട് സഹിക്കട്ടപ്പോൾ അവർ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്ത് അവർ എസ്പാക്ക് എന്നൊരു ടീം ഉണ്ടാക്കുകയാണ് ഈ എൻഡോസൾഫാൻ എതിർക്കാൻ വേണ്ടി. അവസാനം അവർ ഈ എസ്പാക്ക് എന്ന ടീം കൊണ്ട് ഈ എൻഡോസൾഫാനെതിരെ പോരാടുന്നതാണ് ഈ ഒരു എന്മഗിജെ എന്ന നോവലിന്റെ കാതൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വായിക്കുക. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പുസ്തകാസ്വാദന പരിപാടിയിലെ അധികൃതർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.